ചുരത്തിൽ നല്ല ബ്ലോക്കാണ്. ചുരം കയറുമ്പോഴത്തേക്കിനും അതിമനോഹരമായിട്ടുള്ള കോടയൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ. ആ കോടയൊക്കെയുള്ള ആ ഒരു സമയത്ത് ചുരം കയറുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ വയനാട് ചുരത്തെ പറ്റിയാട്ടോ പറയുന്നത്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ? യെസ്, ഞാൻ ഇന്ന് വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട്ടിൽ അതിമനോഹരമായിട്ടുള്ള ലക്കിടിയിലുള്ള ഒരു ചെറിയൊരു റിസോർട്ടിൽ താമസിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പോകുന്നത്. ചുരം കയറി വയനാട്ടിലെത്തിയ വെൽക്കം ടു വയനാടെന്ന് പറഞ്ഞ ആ ഒരു ബോർഡ് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. പ്രത്യേകിച്ച് ആ സമയത്ത് വെച്ചിട്ട് കോടയും ചെറിയൊരു ചാറ്റമഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും. വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളുടെ വൻ തിരക്കാണ്, ബ്ലോക്കാണ്. എവിടെ നോക്കിയാലും ബ്ലോക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പോയ സമയത്ത്. എന്തോ ചെയ്തായത് ഒന്നും കാണുന്നില്ല. നട്ടുച്ചയ്ക്ക് 1:30 മണി, ഫുൾ കോട, ഒരു രക്ഷയില്ല. 1:45, നല്ല വെതർ, ഒരു രക്ഷയില്ല, അടിപൊളി വെതർ. നമ്മളിവിടെ ലക്കിടിയിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ, അതായത് ചുരം കയറി മേളി വരുമ്പോൾ തന്നെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി ഇട്ട് നമ്മളിനി ഈ ജീപ്പിലാണ് പോകുന്നത്. ചെറുതാറി റെഡി? ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? 3.5 കിലോമീറ്റർ. പാപ്പ മഴ പെയ്യുന്നു, വേഗം. ഋഷി ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതാണ് ജീപ്പ്. ഋഷി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ജീപ്പിൽ കയറുന്നത്. ഇത് ഗിയർ കണ്ടാ? ആ, അടിപൊളിയല്ലേ? അയ്യോ, നമ്മളിപ്പോ ഓഫ് റോഡ് പോകാൻ പോട്ടോ. എന്താ ഒന്നും കാണാത്തത്? ഫോഗ്. എന്താണ്? കോട. ഋഷി അന്തം വിട്ട് നോക്കി നിൽക്കുക. എന്തോ ഇതിങ്ങനെ മൊത്തം വെളുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ജീപ്പിൽ ഒരു 10-15 കിലോമീറ്റർ ഒരു ചെറിയൊരു ഓഫ് റോഡ് യാത്രയുണ്ട്. കുറച്ച് മോശമായിട്ടുള്ള വഴിയാണ്, അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി റിസോർട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത്. എല്ലാ വണ്ടികളും താഴെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഇതുപോലെ ജീപ്പിലോ ചെറിയ വാനിലോ ഒക്കെ വേണം നമ്മൾ റിസോർട്ടിലേക്ക് പോകാനായിട്ട്. താഴെ താമരശ്ശേരി ചുരം കയറി തുടങ്ങിയപ്പോൾ മുതൽ ഉള്ള കോട, എനിക്ക് തോന്നുന്നു ഇന്നൊരു ദിവസം കംപ്ലീറ്റ് നമ്മൾ ഈ കോട കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കോടയും ചാറ്റമഴയൊക്കെ ആയിട്ട് ആ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസിലാണ് നമ്മളിപ്പോൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ജീപ്പ് കുറേ നാൾക്ക് ശേഷം ജീപ്പിൽ കയറിയൊരു സന്തോഷമുണ്ട്. ആ ഒരു ജീപ്പ് ഇങ്ങനെ ഈ ഒരു ഹൈ റേഞ്ച് ഭാഗങ്ങളിലൂടെ പോകുമ്പോഴത്തേക്കിനും അതും ഒരു പ്രത്യേക ഫീലാണ്. ആ ജീപ്പിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ ഇങ്ങനെ ആ റോഡ് കാണുമ്പോഴത്തേക്കിനും അതെന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അങ്ങനെ കുറേ ദൂരം നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഉള്ളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ഫോറസ്റ്റ് ഏരിയയ്ക്കുള്ളിലൂടെ പോകുമ്പോഴത്തേക്കിനുമുള്ള പ്ലാന്റേഷനുകളാണ്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പ്ലാന്റേഷൻ എന്ന് പറയുന്നത് തോട്ടങ്ങളാണല്ലോ. തോട്ടങ്ങൾ ഉള്ള ഭാഗമാണ്. ഈ തോട്ടങ്ങൾക്ക് നടുവിലായിട്ടാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന സീജേഴ്സിൻ്റെ റിസോർട്ട് ഉള്ളത്. തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, കാപ്പിത്തോട്ടങ്ങളും പിന്നെ വേറെ കുറേ കൃഷികളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വയനാടിൻ്റെ ലക്കിടി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചാണ് നമ്മൾ ജീപ്പിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്തതിന് ശേഷം നമ്മളത് ആ റിസോർട്ടിൻ്റെ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. മെയിൻ ഗേറ്റിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു നമുക്കൊരു ചെറിയൊരു ആ തോട്ടിലൂടെയൊക്കെ വെള്ളം ഒഴുക്ക് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് വയനാട് വൈൽഡ്. നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി. ഇതിനകത്തൂടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, കണ്ടില്ലേ നോക്കി? വെള്ളച്ചാട്ടമൊക്കെ പോകുന്നു. നമ്മളിപ്പോൾ റിസപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെ വരെ വന്നത് തന്നെ ഒരു വൈൽഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. പൊളിച്ച്. കിഡിലൻ വെതർ, കിഡിലൻ ആൽക്കഹോളിക് വെതർ. പക്ഷെ ഇവിടെ ആൽക്കഹോൾ ഇല്ല, ഇവിടെ ബാറില്ല, ഇവിടെ അതൊന്നുമില്ല. എൻ്റെ അമ്മോ, കാറ്റ് നോക്കി, അടിപൊളി. മഴയൊക്കെ പെയ്തിപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. നൈസ്, തകർത്തു. നമസ്കാരം, ഹൗ ആർ യു? ഹൈ, മാലയുണ്ടല്ലോ. അപ്പ എന്താ പറഞ്ഞ ഋഷിയോട്? മാലയാണ്, അവരിട്ട് തരട്ടെ? ഇട്ട് തരട്ടെ. അയ്യോ, ഇട്ട് തരട്ടെ. എന്നാ അപ്പ ഇട്ട് തരട്ടെ. എവിടെ മാല? എവിടെ കാണട്ടെ? ആ, ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്താലേ പറ്റുള്ളൂ. ഓക്കെ, ഹായ്. നൈസ് ടു മീറ്റ് യു. യാത്ര ഇവിടെ എത്തിയത് തന്നെ നിങ്ങളുടെ പേര് പോലെ തന്നെ ഒരു വൈൽഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഞാൻ താഴെ താമരശ്ശേരി മുതൽ വൈൽഡ് ആയിരുന്നു. ചുരത്തിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയും ഇറ്റ് വാസ് എക്സ്ട്രീംലി വൈൽഡ് ബിക്കോസ് ഓഫ് ദ വെതർ. നല്ല വെതറായിരുന്നു ഇന്ന്. യാ, സോ ഫൈനലി വി ആർ ഇൻ വയനാട് വൈൽഡ്. യാ, ലെറ്റ്സ് ഗോ.
ഓക്കെ, ഞങ്ങളിവിടെ വന്ന് ഇവിടെ റിസപ്ഷനിൽ ഞങ്ങളൊരു 10 മിനിറ്റ് ഇരുന്ന് ഇവരോടൊക്കെ സംസാരിച്ചു. ഇവിടെ നാച്ചുറലിസ്റ്റ് ഉണ്ട്, പിന്നെ എല്ലാം അങ്ങനത്തെ ഒരു എന്താ പറയുക, ഫോറസ്റ്റിനുള്ളിലായതുകൊണ്ട് തന്നെ പൂള് കാണാൻ പോകും. ഫോറസ്റ്റിനുള്ളിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രീതിയാണ്, തീമാണ്. ഇത് കണ്ടോ ഋഷി? ഇത് കണ്ടോ നീ? ഇവിടെ റിസപ്ഷനിൽ മറ്റേ ഈ മുളങ്കമ്പിൽ മുണ്ട് ചുറ്റിയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, മനുഷ്യരുടെ രൂപത്തിൽ ഓരോരോ സംഭവങ്ങൾ ഉണ്ടോ? അടിപൊളിയല്ലേ? ആ, അതാണ്. അവിടെ എന്തോ ഉണ്ട്? അവിടെ എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. ആദ്യം പോവാം. നമുക്ക് ഭക്ഷണം കഴിക്കാം. ഫസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ പോവാമേ. ഓക്കെ. ഇവിടെ ഇങ്ങനെ കാറ്റിങ്ങനെ വീശി 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 ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർക്ക് ഒരു ഇൻ്റർപ്രിട്ടേഷൻ സെൻ്റർ ഉണ്ട്. ഇത് ആക്ച്വലി ഇതൊരു ഫോറസ്റ്റിനുള്ളിൽ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ധാരാളം ഇവിടെ കാണപ്പെടുന്ന ഇൻസെക്ട്സ്, അതേപോലെ തന്നെ ലിസാർഡ്സ്, സ്നേക്സ്, ഫ്രോഗ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലാസ്സൊക്കെ തരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദിസ് ഈസ് ആക്ച്വലി നൈസ് പ്ലേസ്. പിന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വയൽനാട് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ സിറ്റ് സംവെയർ. അടിപൊളി ആംബിയൻസ് ആട്ടോ, ഫുഡ് കഴിക്കാം. ഇവിടെ ആക്ച്വലി നമ്മൾ 2 ദിവസം താമസിക്കണമായിരുന്നു. നമ്മളൊരു ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തത്. ഇത് രക്ഷയില്ല, അത് കിടു എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നോക്കി. ഇതാണ് റെസ്റ്റോറൻറ്റിനകത്ത് ബേബി ചെയറുണ്ട്. റെസ്റ്റോറൻറ്റിനകത്ത് ഇത് കണ്ടില്ലേ, പാറക്കഷ്ണമൊക്കെ ഉണ്ട്. പാറക്കഷ്ണം കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് പണിതിരിക്കുന്നത്. സോ നമുക്കിപ്പം ലഞ്ച് കഴിക്കാനുള്ള സമയമായി. ബൊഫയാണ്. ആക്ച്വലി നമ്മൾ എത്തിയപ്പോൾ ലേറ്റായി, ചുരത്തിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നുകൊണ്ട്. സോ ലഞ്ച് ക്ലോസ് ചെയ്തിട്ടില്ല. വി ക്യാൻ ഹാവ് ദ ലഞ്ച്. യെല്ലോ ദാലുണ്ട്, പനീർ മട്ടറുണ്ട്, പിന്നെ ബിന്ദി പിരളനുണ്ട്, പിന്നെ ആലു ബൈങ്ങനുണ്ട്, ചീരക്കറി, പിന്നെ സ്പൈസി വെജ് കറി, തലശ്ശേരി ചിക്കൻ ബിരിയാണി, സ്പൈസി ഗ്രിൽഡ് സ്നാപ്പർ, മട്ടൻ റോഗൻ ജോഷ്, ലൈറ്റ് ഫിഷ് കറി, ഷെഫ് വേലായുധൻ. എവിടെ സ്ഥലം? എവിടെയാ? കോഴിക്കോട് തന്നെ. വെരി ഗുഡ്, നൈസ് ടു മീറ്റ് യു. 41 വർഷമായിട്ട് CGH വർക്ക് ചെയ്യുന്നു. ആണോ? 43 വർഷമായിട്ട് ഒരേ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്നു. ഒരേ ബ്രാൻഡിൽ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് 4 വർഷമായി. ശരി, ഓക്കെ. സ്റ്റിൽ വർക്കിംഗ്, അത്രേ ഉള്ളൂ. പിന്നല്ലാതെ ഇവിടെ വെച്ചിരിക്കുന്ന സലാഡ്സിൻ്റെ കൂട്ടത്തിൽ സ്പൈസി റോമാങ്കോ എന്നും പറഞ്ഞുകൊണ്ട് പച്ചമാങ്ങ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഇവിടെ ഈ കാണുന്നത്, ഇതിനെ ഭരണിക്കകത്തിരിക്കുന്നത് കംപ്ലീറ്റ് പിക്കിൾസ് ആണ്. 9 കൂട്ടം പിക്കിൾസ് ഇരിപ്പുണ്ട്. ഫിഷ് ഇഷ്ടപ്പെട്ടോ ഋഷിക്ക്? ഇന്ന് മഴയായതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇരുട്ടാണേ. ഇങ്ങനെ നമ്മൾ ഫുള്ള് മരങ്ങളല്ലേ, കംപ്ലീറ്റ് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് ആണല്ലോ, കേരള റെയിൻ ഫോറസ്റ്റ് ആണല്ലോ ഇവിടെ എല്ലാം. അപ്പോൾ ഞാൻ ഫിഷ് ഉണ്ടായിരുന്നു. ഫിഷും പിന്നെ കുറച്ച് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കറികളും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട്. കാരണം അവിടെ അത്രയും കറികളുള്ളപ്പം അതൊക്കെ എല്ലാം ഇച്ചിരി ടേസ്റ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടി ഞാൻ ഫുഡൊക്കെ എല്ലാം ഇച്ചിരി എടുത്ത് വെച്ചു. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച്. ഋഷിക്ക് ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടാ? എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? മുഖം കഴുകിയില്ലേ? പോയി മുഖം കഴുകിയിട്ട് വാ. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ കാണാനായിട്ട്. ശരിക്കും ഉണ്ടല്ലോ, ഇതൊരു കിട്ടില്ല സ്ഥലമാണ്. എനിക്ക് ഇതിന് ചുറ്റിനും ഫോറസ്റ്റാണ്. അങ്ങ് ദൂരമൊക്കെ കോട കയറി വരുന്നുണ്ടോ. ഞാനിവിടെ ഡ്രോൺ പറത്തില്ല, കാരണം ഇവിടെ ചുറ്റിനും ഫോറസ്റ്റാണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു എ ട്രബിൾ. അതുകൊണ്ട് ഞാനിവിടെ ഡ്രോൺ പറത്തില്ല. എന്നുണ്ടെങ്കിൽ ഡ്രോൺ വെച്ചിട്ട് നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ആംബിയൻസ് മനസ്സിലാവും. അതേ കുരങ്ങനെ കണ്ടാ? അതേ അവിടെ കുരങ്ങൻ പോകുന്നു. ഇതേ കണ്ടാ? ഹായ്. അങ്ങോട്ട് ചെല്ല് തൊടാനായിട്ട്. തൊടാൻ പറ്റിയ ആളാ. വാ. ഈ കാണുന്നതാണ് നമ്മൾ ഇപ്പോൾ വന്ന റിസപ്ഷനും. ഇതിൻ്റെ ബാക്കിലായിരുന്നു ഇതിൻ്റെ റെസ്റ്റോറൻറ്റും മറ്റുമൊക്കെ. ഇവിടുത്തെ ആംബിയൻസ് നോക്കി. ശരിക്കും ഇത് എത്രത്തോളം എനിക്ക് ഈ ഒരു ഫീൽ എനിക്ക് ഈ ഒരു ക്യാമറയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് വണ്ടി കയറി പോകണമെന്ന് റൂമിലേക്ക്. ലൈക്ക് ഇതൊക്കെ റൂമുകളാണ്, കണ്ടില്ലേ? ഇതും റൂംസാണ്. ഫുൾ ഒരു ഫോറസ്റ്റിൽ താമസിക്കുന്നൊരു ഫീല്. അട്ട ഉണ്ടാവും അല്ലേ? നല്ലതായിട്ട് അട്ട ഉണ്ടാവും അല്ലേ? അടിപൊളി, നൈസ്. ഇവിടെ എപ്പോഴും ഈ ഒരു വെതറാണോ? മഴയുടെ സീസൺ ആയതുകൊണ്ട് ഇവിടെ റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ മഴ അധികമായിട്ടുണ്ട്. ആണല്ലേ? ഇപ്പം ഇതിനേക്കാളും മഴ ആയിരിക്കും ഇനി അടുത്ത ജൂൺ കഴിയുമ്പോഴത്തേക്ക്. ഓക്കെ, നല്ല മഴയായിരിക്കും. അത് ശരി. ഓക്കെ, നല്ല ഫോഗും നല്ല മഞ്ഞും ഫോഗ്. ശരിക്കും ഇത് മഴയുള്ള സമയത്താണെന്ന് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗി ഉള്ളൊരു സമയം. നമ്മൾ റൂമിലേക്ക് പോവാണേ. നമ്മുടെ റൂം അവിടെ മേളിലും കാണാം. സോ ഇവർ ആക്ച്വലി വണ്ടിയുണ്ട് റൂമിലേക്ക് പോയി വരാൻ. സോ അവർ വണ്ടിയിൽ വരും. ഞാൻ പതുക്കെ നൈസായിട്ട് നടന്ന് കയറാമെന്ന് വിചാരിച്ച് നടന്നു വന്നു. അയ്യോ, മഴ വരുന്നു. വണ്ടി വന്നെങ്കിൽ നമുക്ക് ഈ വണ്ടിയാണോ? ആ,
ഞങ്ങൾ കയറാം. ബാ. ഹായ് ഋഷി അല്ലേ? ഹൗ ആർ യു? ഓക്കെ. ഈ വണ്ടി ഇതിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന വണ്ടിയല്ലേ? അടിപൊളി. അങ്ങനെ ഇത് റിസോർട്ടിൽ മേളിലോട്ട് താഴോട്ട് ട്രിപ്പ് അടിക്കുന്ന വണ്ടിയാണ്. താഴെ ചായ പിടിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ വണ്ടി വിളിച്ച് വരുത്തണം. ഒരുപാടുണ്ട്. ഇത് ഭയങ്കര കുത്തനെയുള്ള കയറ്റമാ. മഴയില്ലാതെ നമുക്ക് നടന്നു വരാമായിരുന്നു. മഴ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആക്ച്വലി ആ ഒരു ആംബിയൻസ്. എന്തായാലും ഇത് പൊളിച്ചു കേട്ടോ. ശരിക്കും ഇത് നമ്മുടെ റൂം ഇതാണ് 301 എന്ന് പറഞ്ഞ റൂമാണ്. ഇതൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറി റൂംസാണ്. കുറച്ച് റൂം ഇവിടെ, പിന്നെ കുറച്ച് റൂം ഇനിയും മേളിലോട്ട് പോകണം. പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവം അറിയില്ല. എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ഇൻ സൈഡ്. ഇവിടെ കുടയൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തം ഇരുട്ടാണല്ലോ. ഒരാളവിടെ തുടങ്ങിയിട്ടുണ്ട്, റൂം ടൂർ തുടങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങുന്ന വഴിയാണ് കേട്ടോ അത്. സോ ദിസ് ഈസ് അവർ റൂം. ഇതാണ് നമ്മുടെ മുറി. വിശാലമായ മുറിയാണല്ലോ. ആക്ച്വലി ബിഗ്. എന്താ അവിടെ? അവിടെ ടി വി ഇല്ലാന്ന് ആശാ വന്ന് കയറിയപ്പോഴേ പറഞ്ഞു. എന്താ ഇവിടെ? ഇതെങ്ങനെ തുറക്കാനൊന്നും അറിയത്തില്ലേ? എന്റെ ദൈവമേ ശ്വേത. ഇതെന്തോ വന്നത്? പിന്നല്ല. ഐഫൈ ഗുഡ് ബോയ്. ഭാവി വ്ളോഗർ ആണെന്നാണ് എല്ലാരും പറയുന്നത്. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇത് ഭയങ്കര വലിപ്പമുള്ള മുറിയാണ്. നീ വൈഫൈയുടെ പാസ്വേഡ് ചോദിച്ചായിരുന്നോ? വൈഫൈയുടെ പാസ്വേഡ് ചോദിച്ചില്ല. പക്ഷെ ഇവിടെ 5G ഉണ്ട്. ജിയോയ്ക്ക് എയർടെലും 5G ഉണ്ട്. ഫുൾ റേഞ്ച്. അതും ഫുൾ റേഞ്ച്. ഓക്കെ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈക്ക് നല്ല ഇത്രയും വലിയ ബാത്റൂം. പിന്നെ ഇത് ബെസ്റ്റ്. ഇത് നോക്കി ഉമിക്കരിയാണ് വെച്ചിരിക്കുന്നത്. പല്ലൊക്കെ ഇതുണ്ടോ? ഉമിക്കരി, പിന്നെ ഷേവിംഗ് കിറ്റ്, സ്മൈൽ കിറ്റ്. പറ. അതിങ്ങനെ ഓടല്ല. അപ്പേക്ക് എത്താൻ പറ്റുന്നില്ല. അതെന്താ അത്? അതെങ്ങനെ നിനക്കറിയാതെ വെൽക്കം വന്ന്? നീ വായിക്കാൻ പഠിച്ചോ? പിന്നെ എങ്ങനെ അത് വായിക്കുന്നേ? എല്ലാ ബെഡുകളിലും ഇങ്ങനെ വെൽക്കം എഴുതിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വീഡിയോയിൽ പറയുമ്പോ ഇത് വെൽക്കം എഴുതിയിരിക്കുന്ന പറഞ്ഞിട്ട് അവൻ അറിയാം. വെൽക്കം എഴുതിയിരിക്കുന്നത് ഇത് കണ്ടോ? ഇതിപ്പോ ഞാൻ ആരായി? ക്യാമറമാനോ? എന്തോ അത്? കോഫി പൗഡർ. മറ്റേ ഇതൊക്കെ എന്താ വെച്ചേക്കുന്നേ? ഇത് പൊടിച്ചായ. ഇത് തുറന്നേ. വയനാടൻ പൊടിച്ചായ. അത് കൊള്ളാവേ. സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഇതും വയനാടനാണ്. വയനാടൻ കോഫി. ഹൗ ടു മേക്ക്. പിന്നെ അതിന്റെ ഫിൽറ്റർ കോഫിയുടെ അല്ലേ ഇത്? അല്ല, ഇത് ചായ ആയിരിക്കാൻ വേണ്ടിയുള്ള സാധനം. അടിപൊളി. അപ്പോൾ ഇന്ന് ശ്വേത ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ വയനാട് വൈൽഡിൽ പ്ലാസ്റ്റിക് ഇല്ല, കുപ്പിയാണ്. പിന്നെ ഇത് റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ റൂമിന്റെ വലിപ്പം തന്നെ ഉണ്ട്. ബാത്റൂമിനും അവിടെ ഒരു കസേര ഉണ്ട്. ഇനി യു മിസ് ദ മെയിൻ പാർട്ട്. യു ഷുഡ് ഷോ ദ ബാൽക്കണി ഓൾസോ. എവിടെ ബാൽക്കണി? കുഴപ്പമില്ല, തുറക്ക്. മഴ പെയ്ത് എരിച്ചിലടിച്ച് കിടക്കുകയാണ്. ആൻഡ് വാവ്, ലുക്ക് അറ്റ് ദ വ്യൂ. എനിക്ക് വയ്യ. ഇത് കോട. സ്വിമ്മിംഗ് പൂള് താഴെയുണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. അത് നമ്മൾ ആ റിസപ്ഷൻ്റെ ഭാഗത്ത് എവിടെയാണ്, ഞാൻ കണ്ടില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ബേസിക്കലി ഇത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമുക്ക് മഴ ആസ്വദിക്കാനേ പറ്റുള്ളൂ. ആ ഒരു മഴയും കാറ്റും എരിച്ചിലും സംഭവങ്ങളും ഒക്കെ ആയിട്ട് ജസ്റ്റ് നൈസ്. അടിപൊളി, കിടിലൻ. ഇവിടെ മഴയത്ത് വേറൊരു ഫീലാണ്, മഴയില്ലാത്തപ്പം ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീൽ. I just loved it. I took a wrong decision for staying here for only one night. That was a very bad decision. കാലേ അട്ട അടിച്ചാൽ നോക്കുമായിരിക്കും. ഇവിടെ ആക്ച്വലി ഒരു 2 ദിവസങ്ങളിൽ താമസിച്ചാലേ ഇവിടെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മഴ, ഈ ലക്കിടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ ഒരു പ്രദേശങ്ങളിലൊന്നാണ് ലക്കിടി. ഓൾ അറൗണ്ട് ദ ഇയർ ലക്കിടിയിൽ മഴ കിട്ടുമെന്നാണ് പറയുന്നത്. ലക്കിടിയിൽ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ താമരശ്ശേരി ചുരം കയറി മേളിലേക്ക് വരില്ലേ, ആ കയറി മേളിലേക്ക് വരുമ്പോൾ തന്നെ ഉള്ള സ്ഥലമാണ് ലക്കിടി എന്ന് പറയുന്നത്. ഹലോ, എന്താ പരിപാടി ഇവിടെ?
നീ ഇത് ഈ ഓലയെല്ലാം എടുത്ത് മാറ്റാമോ? ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇതെല്ലാം ഒരാള് ഇവിടെ റെഡിയാക്കി ഇടും. അടിപൊളിയല്ലേ? സൂപ്പർ ഓട്ടോ. നോക്കി ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ നമ്മുടെ കോട ഇങ്ങനെ വരുന്നത് കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേത അവിടെ അമ്മേനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ സ്റ്റേ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ അപ്പ ഇവിടെ അല്ലേ? അവിടെ ആണോ? അപ്പ ഇവിടെ അല്ലേ? എന്നാ നോക്ക്. എന്താ മുത്തേ? ഇവിടെ മഴയാണ്. ഈ മഴയത്ത് തണുപ്പത്ത് ആരെല്ലാം പൂളിൽ ഇറങ്ങോ? കാണാൻ പോവാമേ. ചായ പിടിക്കാൻ പോകുമ്പോ പൂള് കാണാമേ. ഓക്കെ. വ്ളോഗ് ചെയ്യുവാണോ? ഇതിങ്ങനെ മേലോട്ട് അപ്പ് ചെയ്താൽ നിനക്ക് നിന്നെ കാണാം. ഹലോ ഹായ്. മഴയൊക്കെ ഒന്നും കഴിഞ്ഞപ്പോഴത്തേക്കിനും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും കോട എല്ലാം കൂടെ മാറി ചീവിയുടെ ഒക്കെ അലച്ചു തുടങ്ങുന്നുണ്ട്. അങ്ങ് ദൂരെ നമുക്ക് ആ മലയുടെ മേളിൽ എന്തൊക്കെയോ കാണാം. ചില സമയത്ത് ഇവിടെ ആന അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതെന്തോ സൗണ്ട്, എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് റിസപ്ഷൻ്റെ അടുത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ അല്ലാതെ ഈ മഴയത്ത് ആരെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമോ? ഇല്ലല്ലോ. ഇവിടെ മഴയൊക്കെ പെയ്ത് ഫുള്ള് എന്താ പറയുക, വെള്ളമൊക്കെ വീണ് കിടക്കുക. ഐ മീൻ വെള്ളമല്ല, ചുള്ളിക്കമ്പൊക്കെ വീണ് കിടക്കുകയാണ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോവാം. ബിഗ് പൂള് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇവിടെ നിൽക്കേ വീഴും. വാ ഇത് കൊള്ളാല്ലേ, നൈസ്. ബേബി പൂളൊന്നുമില്ല, പക്ഷെ ഇവിടെ സൈഡിൽ ഇറങ്ങാൻ തോന്നുന്നു. പക്ഷെ ഇപ്പം മഴയല്ലേ? മഴയത്ത് ആരെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങോ? ഇല്ലല്ലോ. അതിനകത്ത് ഇല വീഴും, കാറ്റും മഴയൊക്കെ അല്ലേ, അപ്പൊ പിന്നെ ഇലയൊക്കെ വീഴത്തില്ലേ? ഇല്ലേ? കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊടിമരോ? ഇവിടെ ബേബി പൂൾ ഇല്ല. ഇവിടെ 3.7 feet to 4.1 feet ആണ് ഇവിടെ താഴെ. ഇറങ്ങാൻ പറ്റത്തില്ല. നീ തൊട്ട് നോക്ക് വെള്ളത്തിൽ, തണുപ്പുണ്ടോ ഇല്ലയോ? എന്നാ ഇല്ലേ? എന്നാ നീ ഇവിടെ നിന്നോ. മഴയത്ത് ഞാൻ ഇറങ്ങാനില്ല, മഴയത്ത് വെള്ളത്തിൽ ഇറങ്ങാൻ. ബാ, നാളെ മഴ ഇല്ലെങ്കിൽ നോക്കാം. തണുപ്പാ? കൊള്ളാണോ? നല്ല പൂളല്ലേ, നല്ല ആംബിയൻസ്. അതെ, ഇവിടെ നമുക്ക് ഋഷിക്ക് കളിക്കാം. ഇതുണ്ടോ? ഋഷിക്ക് അറിയാം ഇതെങ്ങനെ കളിക്കേണ്ടതെന്ന്? ഇത് നമ്മുടെ പണ്ടത്തെ മാർബിൾ ഗെയിംസ് അല്ലേ ഇത്? അല്ലേ? ഇനി വേറെ എന്തെങ്കിലും പേര് പറയോ? മാർബിൾസ്. പിന്നെ യു നോ ഹൗ ടു പ്ലേ ദിസ്? ലൂഡോ ആണോ അത്? ഇത് ലൂഡോ. ഇതിന്റെ പിന്നില് ഏണിയും പാമ്പും. അറിയോ ഋഷി കളിക്കാൻ ഏണിയും പാമ്പും? അറിയത്തില്ല. നമുക്ക് ക്യാരംസ് കളിക്കാം. ക്യാരംസ് കളിക്കുന്നോ? അപ്പാ നമുക്ക് അവരെ പൊട്ടിക്കേണ്ടി തോപ്പിക്കാം. അപ്പായി ഋഷിൻ ടീമാണേ. ഹൈഫൈ. അമ്മേനെ തോപ്പിക്കണം കേട്ടോ നമുക്ക്. ആ ഇവിടെ ഇവിടെ നിൽക്കേ. ഇവിടെ വെച്ചിട്ട് അടിക്കേ. ഇവിടെ വെച്ചിട്ട് ഇതിലോട്ട് അടിക്കണേ. ആ അടിക്കേ. ആ ഗുഡ് ബോയ്. നിന്നെ തോപ്പിക്കടി ഞങ്ങള്. അടിക്കുന്നുണ്ട്. ചേതയാണ് ഇന്ന് സ്കോർ ചെയ്ത് നിൽക്കുന്നത്. ഈ വീടില്ല. എനിക്കാണ് ഇപ്പൊ പോയിന്റ്സ് ഒന്നും ഇല്ലാത്തത്. ഞാനാണ് ഇങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത്. ഓ, ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് വീണ്ടും കോട ഗൈസ്, കോട. ഇവിടെ ആക്ച്വലി എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. നോക്കാൻ പോയിട്ട് ബാ. ഇവിടെ എന്തോന്നറിയോ? അവിടെ ഷെഫ് കുക്ക് ചെയ്യുക, കണ്ടുപഠിക്കും. നോക്ക്. ഷെഫ് കുറുമ ഉണ്ടാക്കാൻ പോവാ. അപ്പോൾ കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഷെഫ് അവിടെ മസാലപ്പൊടിയാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു? മലബാർ ക്യൂമിൻ മസാല പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. Now he is making that kurma. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആക്ച്വലി കൊള്ളാം കേട്ടോ. ഇവിടെ കസേരയിലിരുന്ന് കാണുകയും ചെയ്യാം. അവിടെ മുകളിൽ കണ്ണാടി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഷെഫ് കുക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണുകയും ചെയ്യാം. ഷെഫ് ഋഷിനെ കണ്ടോ? നോക്കി. വാവ്, യു ലുക്കിംഗ് സോ ക്യൂട്ട്. കാണണോ ഋഷിക്ക് എങ്ങനെയുണ്ടെന്ന്? കണ്ടോ? നോക്കി. ഷെഫ് ഋഷിനെ കണ്ടോ? ഞങ്ങൾ ഷെഫായി ഗൈസ്. അപ്പോൾ വൈകിട്ട് 5:30 മണിയായി. അവിടെ കുക്കിംഗ് ക്ലാസ് നടക്കുന്നു, ഇവിടെ ചായ കുടി നടക്കുന്നു. അപ്പോൾ ഇവിടെ അടിപൊളി മണം, വയനാട് ചായ ആയിരിക്കും, വയനാട് ചായ. അപ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാപ്പിയുണ്ട്, പിന്നെ ഗ്രീൻ ടീ ഉണ്ട്, പിന്നെ സുലൈമാനി ഉണ്ട്, ദാറ്റ് ഈസ് ടീ വിത്ത് ഷുഗർ, പിന്നെ ഹണി, നാരങ്ങ, മിൻറ്റ്, പിന്നെ പഴംപൊരി, കുക്കീസ്, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ചായ ടൈം. നീ എങ്ങനെ അവിടെ പോയി? താഴെ വീഴും കേട്ടോ. അപ്പാ മഴയായതുകൊണ്ടേ എല്ലാവരും ഇവിടെ റെസ്റ്റോറൻറ്റിലുണ്ട് ചായയും കുടിച്ചോണ്ട് അല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും കുറേ പരിപാടികളുണ്ട്. നമുക്ക് ഇവിടെ ഫോറസ്റ്റ് വാക്ക്, നേച്ചർ വാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പരിപാടികളുണ്ട്. മഴ ആയതുകൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ആക്ച്വലി ഇവിടെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. നാളെ കൂടി ഇവിടെയാണ്.
ഞാൻ എത്ര നേരം എണീപ്പിക്കാൻ നോക്കി? ഞാൻ 1 മണിക്കൂറായി എണീപ്പിക്കുന്നത്, എനിക്ക് മതിയായി. നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹി വരെയുള്ള രാജധാനി എക്സ്പ്രസിൽ നമ്മൾ പോകാൻ പോവാണ് അല്ലേ? ഋഷി വരുന്നോ? ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. ഉറങ്ങിപ്പോയിട്ട് ആള് എണീക്കുന്നില്ല, ഭയങ്കര ടയർഡായിപ്പോയി. ഇന്ന് പകൽ ഉറങ്ങിയില്ല ഋഷി, അതാണ് ആകെ ടയർഡായിപ്പോയി. വി വിൽ ഗോ ഫോർ ഡിന്നർ, കമോൺ ലെറ്റ്സ് ഗോ ഫോർ ഡിന്നർ. എടാ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം, ബാ. ഉറങ്ങണ്ടോ? ഫുഡ് കഴിച്ചിട്ട് വരാം, ബാ. ഞങ്ങൾ എണീറ്റു. ഞങ്ങൾ എണീക്കാനായിട്ട് മറ്റേ വജ്രായുധം ഉപയോഗിക്കേണ്ടി വന്നു. ട്രെയിൻ എവിടാ പോന്നേ? നമ്മൾ രാജധാനി ട്രിപ്പ് അടിക്കാൻ പോവാട്ടോ, വെരി സൂൺ കമ്മിങ്. വി ആർ റീക്രിയേറ്റിംഗ് അവർ രാജധാനി ട്രിപ്പ്. പണ്ട് ശ്വേത ഞാനും കൂടെ രാജധാനിയിൽ പോയപ്പോൾ ഋഷി ഇല്ലായിരുന്നു, പിന്നെ ഋഷിയുടെ കൂടെ ഞങ്ങൾ പോവാം അല്ലേ? നമുക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പം അപ്പാ എനിക്ക് വേണ്ട, മതി അമ്മൂമ്മയ്ക്കും കൊടുക്ക്. വേണ്ട, ഇവിടെ രാജധാനിയും പറഞ്ഞോണ്ടിരിക്കുക അമ്മ. രാജധാനി പോയിട്ട് വന്നു കഴിഞ്ഞാലും കുറെ ദിവസം അത് തന്നെയായിരിക്കും. അതെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണേ കേട്ടോ. വി ആർ ഗോയിങ് ടു ഹാവ് ഡിന്നർ. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. മഴയാണ് വീണ്ടും രാത്രിയില്. സോ വി ആർ ഗോയിങ് ബൈ ഇവരുടെ വണ്ടി. രാത്രിയില് ഫുഡ്. ഇതെന്ത് റെസ്റ്റോറന്റ് ലൈറ്റ് ഒന്നും ഇല്ലേ? ഇവിടെ ഫുൾ ക്യാൻഡിൽ ലൈറ്റ് ആണല്ലോ. അപ്പൊ ഇത് ഡിന്നർ ടൈമാണ്. ഡിന്നറിന് അവിടെ എന്തോ ലൈവ് പരിപാടികളൊക്കെ ഉണ്ട്. നല്ല ഒരു കിടിലൻ ആംബിയൻസ് ആട്ടോ. ഇവിടെ എല്ലാവരും ഇവരുടെ യൂണിഫോം ഒക്കെ എല്ലാം മൊത്തത്തിൽ ഒരു ഫോറസ്റ്റ് അങ്ങനത്തെ ഒരു നാച്ചുറലിസ്റ്റ് ആളുകളുടെ ടൈപ്പ് ഓഫ് യൂണിഫോമാണ്. സ്റ്റാഫിൻ്റെ ആണല്ലോ എല്ലാവരുടെയും. ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാൻ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ വാഷ്റൂമിൽ ലൈക്ക് അവർ ടിഷ്യൂ പേപ്പർ അല്ല വെച്ചിരിക്കുന്നത്, ടവൽസ് ആണ് വെച്ചിരിക്കുന്നത്. കേട്ടോ നോക്കി ഇത് കൈ കഴുകി കഴിഞ്ഞ് കൈ തുടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ടവൽസ്. ഇവിടെ ഒരാൾ നിന്ന് അപ്പം ചുടുന്നുണ്ട്. ഇത് തൊണ്ടി റൈസ് അപ്പം എന്നാണ് പറയുന്നത്. അതായത് വയനാട് മാത്രം കിട്ടുന്ന ഒരു ടൈപ്പ് റൈസ് വെച്ചിട്ട് ചുടുന്ന അപ്പമാണ്. ഇതാണ് ഈ ഒരു ബ്രൗൺ കളറിൽ വരുന്നത്. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൊണ്ടി റൈസ് അപ്പം അലോങ് വിത്ത് വെജിറ്റബിൾ സ്റ്റ്യൂ നമുക്ക് എടുത്ത് കഴിക്കാം. അതാണ് ഇവിടുത്തെ ലൈവ് കൗണ്ടർ. ഋഷിക്ക് എന്താ വേണ്ടേ? മീനാണോ? ചിക്കൻ വേണ്ടേ? ചിക്കൻ അടിപൊളിയായി, ഇപ്പം സൂപ്പർ ചിക്കൻ ഉണ്ട്. എന്തൊക്കെയാണെന്നറിയില്ല, അവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തുകൊണ്ട് വന്നു. നമ്മുടെ അപ്പവും അതേപോലെ തന്നെ ചിക്കൻ കറിയും, പിന്നെ ശ്വേത എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് ഫുഡ്. നല്ല ആംബിയൻസ് അല്ലേ? ഫുൾ ഇരുട്ടാ. എന്താണെന്നറിയോ, ഇവിടെ എല്ലാം ഓപ്പൺ ആണ്. അതെ, പ്രാണി വരും ലൈറ്റ് ഇട്ട്. അതെ, ഇവിടെ ഇരിക്കാൻ പറ്റൂല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അല്ലേ? പക്ഷെ ഇതിട്ടിട്ട് പ്രാണിയൊന്നും വരുന്നില്ല കേട്ടോ. സാധാരണ രീതിയിൽ എനിക്കറിയില്ല. എന്തായാലും ലൈക്ക് വി ആർ ആക്ച്വലി ലിറ്ററലി ഇൻസൈഡ് ദ ഫോറസ്റ്റ് എന്ന് തന്നെ വേണം പറയേണ്ടിയിരിക്കുന്നു. ശ്വേതക്ക് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എനിക്ക് അപ്പം ഇഷ്ടപ്പെട്ടു. നല്ല അപ്പം, നമ്മള് വെള്ളയപ്പം പോലെ അല്ല, ഇതൊരു വേറൊരു ടൈപ്പ് അരി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷെഫ് പറഞ്ഞു അടിപൊളി ടേസ്റ്റ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കപ്പ. സൂപ്പർ. ഞാൻ ഇങ്ങനത്തെ ഒരു കറി കഴിക്കുന്ന കപ്പ. എന്താണല്ലോ വിളിച്ചോണ്ടിരുന്ന കണ്ടോ ഗൈസ്, അറ്റൻഷൻ ചെയ്യിക്കാൻ വേണ്ടി. ചിക്കനാണോ ഇഷ്ടപ്പെട്ടെ? ഈ കപ്പക്കറി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഓ, ഇതൊരു രക്ഷയില്ല. ഞാനത് കഴിച്ചു. ഇറ്റ് വാസ് യമ്മി. അതായത് ഒടുക്കത്തെ ടേസ്റ്റ്. അതിങ്ങനെ ഫിംഗർ ലിക്കിങ് യമ്മി എന്നൊക്കെ വേണേൽ പറയാം. അതൊക്കെ സൂപ്പറാവും അല്ലേ? യമ്മി. അയ്യോ, ഇത് കേട്ടോ മങ്കി വരുന്നോണ്ടോ അകത്തോട്ട്. എന്റെ അമ്മോ, ഇത് കേട്ടോ, കണ്ടോ? ഇതാ പറയുന്നേ, ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ മങ്കി ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഗുഡ് മോർണിംഗ് പറ ഋഷി. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിറച്ച് തുറക്കരുത്, കൊരങ്ങൻ വരും. എവിടെ ഉണ്ടോ? പോയോ? കൊരങ്ങൻ വരുന്നൊരു കൊരങ്ങൻ. എവിടെ മങ്കി? എവിടെ ഫുൾ മരത്തിലൊക്കെ കുറെ മങ്കീസ് ആയിരുന്നു ഇപ്പൊ ഇത്ര നേരം. അതിന്റെ മേളിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ചെറിയൊരു ചാറ്റ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം. ഇവിടെ മഴ കാരണം ഇവിടെ പല ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ദേ വരുന്നു കുരങ്ങൻ. ഇതിനാ ഇവന്മാരുണ്ടല്ലോ, ഇവന്മാര് ഇവിടെ അവന്മാരുടെ സ്ഥലമാണല്ലോ ബേസിക്കലി. ഹലോ വിളിച്ചു വരുത്ത്. ദേ വരുന്നു.
ആണോ? ആഹാ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ലിറ്റിൽ ഷെഫ് പരിപാടിയാണ്. അതായത് ഇവിടെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഇവിടെ ഷെഫിന്റെ കൂട്ടത്തിൽ കുക്കിംഗ് ആണ്. പക്ഷെ ഈ കുട്ടി പോവില്ല. ഈ കുട്ടി കുഞ്ഞാവയല്ലേ? കുഞ്ഞാവ പോണോ? വേണ്ട. അതായത് വലിയ കുട്ടികളാണ്, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ്. ഡൽഹി പോകുന്ന പറഞ്ഞോണ്ടിരിക്കുകയാണ്. ചെയ്യോ? കുക്ക് ചെയ്യോ ഋഷി പോയിട്ട്? വേണ്ട. തൊപ്പിയൊക്കെ വെച്ച് തരും, ഇന്നലെ വെച്ചെന്ന പോലെ. വേണോ? ചെണ്ട കുട്ടുവാണോ? നമുക്ക് ഋഷിക്ക് ഇതേപോലെ മുണ്ടും ഷാളും ഒക്കെ ഉടുത്ത് ചെണ്ടക്കാരനാക്കട്ടെ ഋഷിനെ. വേണോ? വേണ്ട. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് കുറഞ്ഞത്. മഴ കുറഞ്ഞപ്പോഴത്തേക്കും നമ്മളിപ്പോ എവിടെ പോകുന്നേ? കുളിക്കാനോ? നോ, കുളിക്കാനൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വി ആർ ഗോയിങ് ഫോർ എ വാക്ക്. അപ്പോ ഭയങ്കര രസം കേട്ടോ ഇതിനകത്തോടെ ഇങ്ങനെ നടക്കാനായിട്ട്. ശരിക്കും ഉണ്ടല്ലോ, നമുക്കൊരിക്കലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ലൈക്ക് ഇതൊരു അൾട്രാ പോഷ് ലക്ഷറി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ യു വിൽ ഗെറ്റ് ഓൾ ദ ലക്ഷറിയസ് തിങ്സ് ഇൻ റൂം. ഫുഡ് ആണെങ്കിലും അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാസ് റിയലി യമ്മി. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരുന്നു. എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന നമ്മുടെ റൂം ഇതാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ റൂമ്. നമുക്ക് ശരിക്കും ഒരു ജംഗിളിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രതീതി നമുക്ക് കിട്ടും. അതാണ് ഒരു ജംഗിൾ റിസോർട്ട്. അതാണ് സംഭവം. ഋഷിനെക്കാട്ടി വലുതാണല്ലോ കൊട. ഉയ്യോ, ബിഗ് കൊട. ഇത് അപ്പ പിടിച്ചാൽ മതി അല്ലേ? ഈ കാണുന്നത് ഒരു കോട്ടേജ് ആണോ എന്ന് തോന്നുന്നു. ഇവിടെ കുറേ കോട്ടേജസ് ഉണ്ട്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കോട്ടേജസ് ഉണ്ട്. ഞങ്ങളപ്പം താഴെ കുറച്ച് അരുവികളും വാട്ടർഫോളും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ കോട്ടേജ് ഉണ്ട്. ഇത് കണ്ടോ ഋഷി? ഇതിനകത്തെല്ലാം ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കുറേ കോട്ടേജസ് കണ്ടാ. ഇതെന്ത് സാധനം? ഇത് ലീച്ച് സോക്സ് ആണ്. ഇത് സാധാരണ അവന് ഫുൾ പാൻ്റ് ആയിരുന്നു വേണ്ടത്. അവന് പാൻ്റ് ഇല്ല. അവന് നിക്കറിന് ആളാണ്. വേണ്ടേ? അട്ട കടിക്കൊന്നുമില്ലെങ്കിൽ അല്ല, അത് ഇട്ടാ ഇതിട്ട് നോക്കി. വെറുതെ ഇതിനകത്ത് കാല് കയറ്റിക്ക് നടക്കാൻ പറ്റുമോ നോക്കി, ഇട്ട് നോക്കി. ഞങ്ങളപ്പോൾ ഇത് ഗംഭീര പരിപാടിയല്ലേ? ഗംഭീര പരിപാടിയാണോ? ആണല്ലേ? ഇത് കൊട. താങ്ക് യു. കൊട ഒരെണ്ണം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഋഷിക്ക് കയറില്ല എന്നത്. അത് വലുതാണ്. സാരമില്ല. വാ, നിനക്ക് എവിടെ പോകേണ്ടത്? വെള്ളച്ചാട്ടം കാണിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വാക്കിന് പോവാണ്. അപ്പോൾ ഇവരിവിടുത്തെ നാച്ചുറലിസ്റ്റ് ആണ്. ഇത് ഡേവിഡ് ഇവിടുത്തെ ജനറൽ മാനേജറാണ്. സോ യു ആർ വർക്കിംഗ് ആസ് എ നാച്ചുറലിസ്റ്റ് ഫോർ ലാസ്റ്റ് ഹൗ മെനി ഇയേഴ്സ്? 20 years, 20 വർഷം. അപ്പോൾ ഇവർ വർക്കി ആൻഡ് ശ്രീലക്ഷ്മി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് മെയിൻ ഇവിടുത്തെ പ്രത്യേകത? നമ്മൾ സാധാരണ ഒരു കാട്ടിൽ പോകുന്ന എല്ലാവരും സഫാരി ചെയ്യാനും ബാക്കിയുള്ള ഇടത്തൊക്കെ അല്ലേ. അപ്പോൾ ഈ വയനാട് വഴിയിൽ പ്രത്യേകം എന്ന് പറഞ്ഞത് 3 സൈഡും ഒരു റെയിൻ ഫോറസ്റ്റ് ആണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ചെറിയ ജീവികളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഓഫ്കോഴ്സ് അറൗണ്ട് നമുക്ക് ആനകളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. എന്ന് പറഞ്ഞാലും കുറേയേറെ പക്ഷികളും ചിത്രശലഭങ്ങളും പല്ലികളും പാമ്പുകളും തവളകളും എല്ലാം യൂണീക്കായിട്ടുള്ള കുറേയേറെ സ്പീഷീസുകളുണ്ട്. ഈ കാണുന്ന മുഴുവൻ ഇത് ആക്ച്വലി ഒരു കോഫി പ്ലാന്റേഷൻ ആയിരുന്നു. നമ്മളിത് വൈൽഡായിട്ട് വിട്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം ഫോറസ്റ്റ് ആക്ച്വലി തിരിച്ചു വന്നൊരു കാഴ്ചയായി കാണുന്നത്. ഓ, അത് ശരി. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോഫി കൃഷിയൊന്നുമില്ല. ഓക്കെ. ഇതിനകത്തൂടെ പോകുന്ന ഒരു ചെറിയൊരു സ്ട്രീം. ഇവിടെ വാർത്തത്ത് വരുന്ന ഇവിടെ വാ. ഇവിടെ ഇറങ്ങാം. വാ. ചെറിയൊരു ചാറ്റമഴയാണ്. പക്ഷെ അതില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അട്ട കടിക്കും കേട്ടോ. ഇല്ല, അടിപൊളി. ഇത് എപ്പോഴും വെള്ളം ഉണ്ടാവും ഇവിടെ? ആണോ? മഴയുള്ളപ്പോൾ നല്ലതായിട്ട് വെള്ളം വരും അല്ലേ? അടിപൊളി, നൈസ്. ഇത് കണ്ടോ വെള്ളം ഇതിനകത്തൂടെ പോകുന്ന കണ്ടോ? എവിടെ പോകണം? അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല. ഇത് സ്വിമ്മിംഗ് പൂളല്ല, ഇത് ചെറിയ വാട്ടർഫോളാണ്. മറിഞ്ഞടിച്ച് വീഴും. നിനക്ക് ഇറങ്ങണമെങ്കിൽ അതിനകത്തോട്ട് ഇറങ്ങിയിരുന്നോ? അട്ടയില്ല. തണുപ്പുണ്ടോ? കൈ കഴുകിക്കോ. കുളിക്കണോ? എൻ്റെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കരുത്. കുളിക്കണോ? കുളിക്കണ്ട കേട്ടോ. താഴേക്ക് വാ. അവിടെ ഇനി വേറെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. വാ. ഋഷി ഇങ്ങനെ മഴ ഇങ്ങനെ ആസ്വദിച്ച് വെള്ളം കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പനി പിടിക്കേണ്ടിരുന്നത് മതിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഇതിനകത്തൂടെ തന്നെ നടക്കാനായിട്ട് കുറേ ഉണ്ട്. ഓടരുത്. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടെ നമ്മൾ താഴേന്ന് ജീപ്പിൽ വരുമ്പോഴേ ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗം കാണുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ഫീലായിരുന്നു. ഈ ഒരു അരുവി ഇങ്ങനെ പോകുന്നതും പിന്നെ ഈ ഒരു വുഡൻ ഡോറ്, ഇവിടെ ഒരു സെക്യൂരിറ്റി ക്യാബിൻ, ഇത് കാണുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഫീലായിരുന്നു.
ഒരാൾ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെ അട്ട അടിക്കുവാടാ, കാലയിൽ അട്ട അടിക്കും, അട്ട അടിക്കും. നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ആണ്. ലൈക്ക് ഇറ്റ് ലിറ്ററലി ഇറ്റ്സ് ഇൻസൈഡ് ദ ഫോറസ്റ്റ് എന്നുള്ള ആ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ വരുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ പോവാ, നീ എവിടെ ഇരുന്നോ? ഞങ്ങൾ കുളത്തിൽ പോണ്. കുളത്തിൽ വരുന്നോ? കുളം കാണാൻ പോവാം ബാ. അതെ, അവിടെ പറക്കുന്ന തവളയുണ്ട്, നമുക്കത് കാണാൻ പോവാം ബാ. ആ ഗംബൂട്ടിട്ട് ഇറങ്ങിയതുകൊണ്ട് ലൈക്ക് നടക്കാൻ സേഫാണ്, അട്ടടിക്കില്ല എന്നുള്ള പേടി വേണ്ട. ഇതാണ് നിങ്ങളുടെ കുളം? ഞാൻ കരുതി കുറച്ചുകൂടെ വലിയ കുളമായിരിക്കും. അടിപൊളി പച്ചത്തവള, മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറയും. അവിടെ പച്ചത്തവളകളിൽ നിന്ന് മെയ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതൊരു അപൂർവ കാഴ്ചയായിരുന്നു. അതായത് ഒരു ഫീമെയിലും 2 മെയിലും ഉണ്ടെന്ന് അവിടെ ഫോമൊക്കെ ഉണ്ടാക്കിയത് വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അത് എന്താല്ലേ, പ്രകൃതിയുടെ ഓരോരോ സംഭവങ്ങളിങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവനെ അവിടെ വെള്ളച്ചാട്ടത്തിൽ വിട്ടിട്ട് നമുക്ക് പോയാലോ? നീ അവിടെ ഇരുന്ന വെള്ളച്ചാട്ടത്തിൽ ഞങ്ങൾ പോവാണേ. പച്ചത്തവള എന്ന് പറയുന്നത് കുറേ പച്ചത്തവളകളുണ്ട്, പക്ഷേ ഇത് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറയുന്നത് നമ്മുടെ അത് സംതിങ് ഡിഫറെന്റ്. ഇത് സാധാരണ പച്ചത്തവളകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അതല്ല ഇത്. ഇതൊരു ട്രീ ഫ്രോഗ്, ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന് പറയും. ഓ ശരിയാ, മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ്. ഓക്കെ. ഈ കാണുന്നത് കണ്ടോ, ഇത് തവളയുടെ മുട്ടയാണ്. ഈ സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ സാധനം, നോക്കി നൂല് പോലെ കിടക്കുന്ന സാധനം, ഇതാണ് തവളയുടെ മുട്ട. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കര സംഭവമാണ്. അതായത് ഈ മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് അത് പ്രത്യേകിച്ച് മേറ്റ് ചെയ്യുന്നതും കൂടിയാണ് നമ്മൾ കണ്ടത്. അതിവിടെ ഭയങ്കര സംഭവമാണ്. അതിവിടെ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്, നാച്ചുറലിസ്റ്റുകളും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. സംഭവം കൊള്ളാൻ തരും. നമുക്ക് ഇനിയിപ്പോൾ ഋഷിനെ പതൊക്കെ റൂമിൽ പോകാം. ആ, റൂമിലേക്ക് പാക്ക് ചെയ്യാം. ടാറ്റാ ടാറ്റാ, നീ പൊക്കോ, റൂമിലോട്ട് പൊക്കോ. അപ്പം വന്നേക്കാം, അപ്പം നടന്നു വരാം. പൊക്കോ, ബൈ ബൈ. നമ്മൾ ആക്ച്വലി ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ കാണുന്നത് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഈ നിൽക്കുന്നതൊക്കെ ഇത് തേയില ചെടിയാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഇത് കണ്ടാൽ മനസ്സിലാവും നമുക്ക്. ഇതിങ്ങനെ വെട്ടി ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോഴേ നമുക്കിത് തേയിലയാണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതാണ് നമ്മുടെ തേയില. ഇതിങ്ങനെ വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വളർന്ന് വലിയ മരം പോലെ ആയിപ്പോവും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും മഴയത്തും ഇവിടെ ഈ പക്ഷികളുടെ സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാം അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെ ശരിക്കും മഴയില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ബേർഡ്സിൻ്റെ ഒരു ഹെവനായിരിക്കും ശരിക്കും. ഉണ്ടല്ലോ ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഫോറസ്റ്റ്, പിന്നെ നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് യു വിൽ ലൈക്ക് ദിസ് പ്ലേസ്. ഞങ്ങളിങ്ങനെ നടന്ന് തിരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ആ മലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ കോട ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. കോട കംപ്ലീറ്റ് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ കുറേ പരിപാടികളുണ്ടല്ലേ. ഇത് ചെയറും കൊണ്ടൊക്കെ നിങ്ങൾ അവിടെ പോകും? വോക്കൊക്കെ ഉണ്ടോ? ഈ ചെയറൊക്കെ എന്ത് പരിപാടിക്ക് വെച്ചിരിക്കുന്നത്? ഓ, ഇവിടെ ഇടുന്ന ചെയർ. ഓക്കെ. ആ, നിങ്ങളുടെ ക്ലാസ് ഉണ്ടല്ലേ വൈകിട്ട് ഇവിടെ? വൈൽഡ് ലൈഫ്. ഓ, ഇവിടെ വരുന്ന എല്ലാവരും നിങ്ങൾ വൈൽഡ് ലൈഫ് പ്രാന്തന്മാരാക്കി വിടുകയുള്ളൂ അല്ലേ? പുള്ളി ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഏത് പുസ്തകം? ഇത്രയും പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് പോയിട്ട് എൻ്റെ കാലയിൽ ഇതേ ഒരു അട്ട കുറച്ച് നേരം ആയെന്ന് തോന്നുന്നു കയറിയിരിക്കുന്നല്ലേ. പക്ഷെ അറിഞ്ഞതേ ഇല്ല കേട്ടോ. നമ്മളാ ഗംബൂട്ട് ഇട്ടിട്ട് എനിക്കൊന്ന് അതിന് മുമ്പ് വല്ലതും കയറിയതായിരിക്കും. വേറെ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇത് സാനിറ്റൈസർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പൊക്കോളും. എന്താ ഒന്ന് കുടഞ്ഞാൽ മതി. എന്താ സിമ്പിൾ. അപ്പോൾ ഇറ്റ് വാസ് എ നൈസ് ടൈം. സി യു. ഓക്കെ, ബൈ. വൈകിട്ട് കാണാം. അടിപൊളി. ഇത് നട്ടുച്ച 1 മണി സമയമായിപ്പോൾ. ഞാൻ നടത്തമെല്ലാം കഴിഞ്ഞ് വന്ന് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനും ഇതേ കംപ്ലീറ്റ് മിസ്റ്റ് ഇറങ്ങി വരുന്നുണ്ടല്ലേ. എനിക്കിപ്പോൾ എൻ്റെ പണ്ടത്തെ ആ ഒരു ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ കുറച്ച് മാറി. നമ്മൾ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. സൈറ്റ് സീയിങ് ഒക്കെ പോയി കഴിഞ്ഞു. ഇപ്പോൾ പൂക്കോട് ലേക്ക് ഇവിടെ അടുത്താണ്. ലൈക്ക് ഞാനൊരു പൂക്കോട് ലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ്? കാരണം ഓൾറെഡി പലതവണ പോയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈക്കിങ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഉള്ള സ്ഥലങ്ങൾ. ലൈക്ക് ഞാൻ എപ്പോഴും പണ്ട് പോലെ പറയാനുള്ളൊരു കാര്യമാണ്, ഞാൻ ധാരാളം റിസോർട്ടുകളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓരോ റിസോർട്ടുകളും ഓരോ ഡെസ്റ്റിനേഷൻസാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു റിസോർട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ദിസ് റിസോർട്ട് ഇറ്റ് സെൽഫ് ഈസ് എ ഡെസ്റ്റിനേഷൻ. നമ്മൾ സാധാരണ പോകുന്ന പോലത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലത്തെ അങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ടോ? ശബ്ദം കണ്ടോ? ഇതൊരു സാധനം കണ്ടോ? അപ്പോൾ ആ പുള്ളി ഉണ്ടെന്ന് പറഞ്ഞു തന്നെ എന്താ വന്ന് ഇവിടെ ഫുൾ കോട കയറി വരുന്നുണ്ടോ മൊത്തത്തിൽ? ഈ ഒരു ഫീലൊക്കെ എവിടെ പോയാൽ കിട്ടും അല്ലേ? ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകണ്ടേ? ഇപ്പോൾ നമുക്കൊരു ഫോറസ്റ്റിൽ പോയി
ഇതേപോലെ വിശാലമായി നടക്കാൻ പറ്റുമില്ല. അപ്പോൾ ചുറ്റുപാടും ഫോറസ്റ്റ് നടുവിൽ ഒരു പ്ലാന്റേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലത്തുള്ള ഒരു താമസ സ്ഥലം. അവിടെ നമുക്ക് താമസിക്കാം, ഭക്ഷണം കഴിക്കാം, പിന്നെ ഇതുപോലെയുള്ള പ്രകൃതിയെ ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ദിസ് എ നൈസ് പ്ലേസ്. എവിടെ 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 ഹലോ നനഞ്ഞ് രസമായിരുന്നു. ഐ തോട്ട് ഓഫ് എന്താ പറയുക, എക്സ്പീരിയൻസിങ് ദ റെയിൻ. ഹലോ, ഹൗ ആർ യു? നീ അവനെ കുളിപ്പിച്ചോ? അയ്യോ, ആള് മൊത്തം വെള്ളത്തിലായിരുന്നു. അവന് പനി പിടിക്കണ്ടെന്ന് ഓർത്തോണ്ടാണ് ഞാൻ പിന്നെ വിട്ടത് നേരത്തെ കയറ്റി. അടിപൊളി. ഐ എം ഗുഡ്. ഹൗ ആർ യു? ഐ എം കമ്മിങ്. പിന്നെ കേരളത്തിൽ മൂന്നാർ കഴിഞ്ഞാൽ എന്ന് പറയാൻ പറ്റില്ല. മൂന്നാറും വയനാടും ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്ലേസ്. മൂന്നാർ വേറൊരു ബ്യൂട്ടി, വയനാട് വേറൊരു ബ്യൂട്ടി. മൂന്നാർ വരുന്ന അത്രയും പോലും ടൂറിസ്റ്റുകൾ വയനാട്ടിൽ വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്തുകൊണ്ടിരിക്കും അല്ലേ? ലൈക്ക് എനിക്ക് തോന്നുന്നു റോഡ് കണക്ടിവിറ്റി, ഇപ്പോൾ മൂന്നാറാണെങ്കിലും വയനാടാണെങ്കിലും രണ്ടും റോഡ് കണക്ടിവിറ്റി കുറച്ച് മോശമാണ്. നല്ല റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ തണുപ്പത്ത്, ഈ കോടയിൽ, മഴയത്ത് ഈ കയറ്റം എല്ലാം കയറി ഞാൻ വേർത്ത് കുളിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താ ഇവിടെ പരിപാടി? അങ്ങനാണോ നീ അവനെ പഠിപ്പിക്കുവാണോ ABCD എഴുതാൻ? ഓടാൻ എടുക്ക എഴുതു കേട്ടാ. ഞങ്ങൾ ഫുഡെല്ലാം കൂടെ കഴിച്ച് വന്നിട്ട് റൂമിലിരിക്കുകയായിരുന്നു. ശ്വേത വാസ് ഡൂയിങ് ഹെർ വർക്ക്, ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു. ഋഷി ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇപ്പോൾ ഒന്ന് എണീറ്റാണ്, പിന്നെയും ഇപ്പോൾ കിടന്നുറങ്ങി. പുറത്ത് ഇപ്പോഴും നല്ല മഴയാണ്. ഒരു എന്താ പറയുക, മഴയൊക്കെ നമുക്ക് പേടിയാണ്, പക്ഷേ എന്തായാലും മൺസൂൺ ഈസ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ മഴയത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്, സമ്മറിൽ വരുമ്പോൾ വേറെ തന്നെ ഫീലാണ്. സമ്മറിൽ വരുമ്പോഴത്തേക്കിനും സ്കൈ ഒക്കെ നല്ല ബ്ലൂ കളറിലായിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ്, ഇറ്റ്സ് റിയലി നൈസ്. ഞാൻ ഇവരുടെ ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. പിന്നെ നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ലൈക്ക് ഇഫ് യു ലൈക്ക് ഫോറസ്റ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബേർഡ് വാച്ചിങ് അങ്ങനെയുള്ള പല സംഭവങ്ങളും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. സോ ദിസ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ റിസോർട്ട് വെയർ യു ക്യാൻ ഗോ ആൻഡ് എൻജോയ് തിങ്സ്. ഇതിങ്ങനെ വന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ചില്ലായിട്ടിരുന്ന് ഇച്ചിരി മടിയൊക്കെ പിടിച്ച് ട്രക്കിങ്ങും അതേപോലെ തന്നെ ബേർഡ് വാച്ചിങ്ങും അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോറസ്റ്റ് തീമിലുള്ള ഒരു ഫോറസ്റ്റ് ജംഗിൾ ലോഡ്ജസ് ഒക്കെ പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് റിസോർട്ടാണ്. അവിടെ കുരങ്ങനുണ്ട്, വിളിക്ക് വരാൻ പറ. ഇവിടെ വാടാ, നീ വാടാ, നീ മഴയില്ലേ, നീ വാടാ, നീ കുരങ്ങനാണേ, വാടാ, വിളിക്കണോ, വരാൻ പറ. വാടാ, ഇവിടെ വാടാ. മഴയാ, കുരങ്ങന്മാര് വരത്തില്ല അല്ലേ? അമ്മര് മഴ വരത്തില്ല. മഴ ആയതുകൊണ്ട് അവിടെ ഇരിക്കുക, അങ്ങ് ദൂരെ അവിടെ ഇരിക്കുക. നീ അല്ലേ ഉറങ്ങണ്ടെന്ന് പറഞ്ഞത്? പിന്നെ എന്തിനാ ഉറങ്ങിയത്? എന്തിനാ ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട്? മഴയല്ലേ? ഇഷ്ടപ്പെട്ടോ ഈ റിസോർട്ട്? നല്ലതാണോ? പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല അല്ലേ? കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പം മഴ ഇല്ലാത്തപ്പോ ഒന്ന് പൂളിൽ ഇറങ്ങാമേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് പാമ്പ് പോകാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദെയർ വെഹിക്കിൾ. അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അയ്യോ റെഡി ചിക്കോ. അവിടെ നീ കണ്ടില്ലേ കുരങ്ങൻ അവിടെ മേളിലിരിക്കുന്നേ? നീ അവിടെ മേളിലിരിക്കുന്നത് കണ്ടോ? അവരവിടെ മഴയത്ത് ഇങ്ങനെ വെള്ളം നനയാന്നിരിക്കുക. ആണോ? നമുക്കിനി മഴ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ വരാം, എന്നിട്ട് 2 ദിവസം വെറുതെ ഇരിക്കുക. അപ്പോൾ ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക്. അങ്ങനെ നമ്മൾ ഇന്ന് പോവാണ്. ഓക്കെ, ബൈ. പോവാ. ഇതേടാ വെള്ളച്ചാട്ടം. ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടെ വെള്ളം കൂടി കേട്ടോ. ഇപ്പൊ വെള്ളം കൂടി. നേരത്തെ വെള്ളം കൂടിയല്ലേ? വെള്ളം കൂടി. വേണ്ട, ഇറങ്ങണ്ട.
നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും നമുക്ക് ദൂരെ അങ്ങ് താഴെ നമ്മുടെ ആ ഒരു വയനാട് റോഡ് കാണാം. അതായത് വയനാട്ടിലേക്ക് കയറി വരുന്ന താമരശ്ശേരി എന്നുള്ള ആ റോഡ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഫുൾ കോടയാണ്, കണ്ടില്ലേ? കോട ഇറങ്ങി ഇങ്ങനെ വരുന്നത് കണ്ടോ. തിരിച്ച് നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയ, ഇതാണ് റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയ. ഇതിവിടെ താമരശ്ശേരി ചുരം തന്നെ കയറി വരുമ്പോഴത്തേക്കിനും തന്നെയാണ് ഈ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വന്നു, നമ്മുടെ ജീപ്പിൽ നിന്നും നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചു, നമ്മളിപ്പോൾ പോകുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ചേതക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ആക്ച്വലി പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മഴ കാരണം ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഋഷ കാണുന്നില്ലല്ലോ. അങ്ങനെ വയനാട്ടിൽ വന്ന് ഞങ്ങളൊരു 2 days നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ആക്ച്വലി ഇന്ന് രാത്രി ഇവിടെ താമസിക്കേണ്ട ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷേ നമ്മൾ ചെറിയ പ്ലാനൊക്കെ മാറ്റി നമ്മൾ രാത്രിയിൽ ഇറങ്ങിയതാണ്. നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നേച്ചർ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ വെരി ഗുഡ് ഫാമിലി റിസോർട്ട് ഫോർ യു ഗൈസ്. ഈ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും ലൈക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് അവിടെ കുറേ നാച്ചുറലിസ്റ്റുകളുണ്ട്. ലൈക്ക് എനിക്ക് പ്രോപ്പറായിട്ട് മഴയായതുകൊണ്ട് അവരുടെ ആ ഒരു പ്രോപ്പർ എസൻസ് കംപ്ലീറ്റ് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ സമ്മറിൽ ഞാൻ പിന്നെയും വരും. ആ നല്ല അറിവുള്ള, നല്ല വിജ്ഞാനമുള്ള, നല്ല നാച്ചുറലിസ്റ്റുകളുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എനിവേ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. See you guys with another video. Bye.